സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ഫലസൂചനകളിൽ UDF തരംഗമാണ് സംസ്ഥാനത്തുള്ളത് എന്ന് വ്യക്തമായിരിക്കുന്നു. ആദ്യ 15 വാർഡുകളിലേക്കുള്ള ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ അതിൽ 9 എണ്ണത്തിലും UDF ആണ് ലീഡ് ചെയ്യുന്നത്. ആകെ 28 വാർഡുകളിലേക്കാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്നത്. 4 സീറ്റുകളിൽ LDF വിജയിച്ചപ്പോൾ സ്വതന്ത്രർ അടക്കമുള്ളവർക്ക് 2 സീറ്റുകളിൽ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഡിസംബറിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലസൂചനയായി ഈ മുന്നേറ്റത്തെ കാണാൻ വേണ്ടി സാധിക്കും. ആകെയുള്ള 28 വാർഡുകളിൽ 16 എണ്ണവും LDFന്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. 10 എണ്ണം മാത്രമേ UDFന്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതിലാണ് ഇപ്പോൾ UDFന് വലിയ മുന്നേറ്റം ലഭിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ എന്നും മികച്ച മാർജിനിലുള്ള വിജയം LDF തന്നെയാണ് സ്വന്തമാക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതൊരു പതിവായിരുന്നു കേരളത്തിൽ. എന്നാൽ ആ ട്രെൻഡിനും ഇവിടെ ഒരു അവസാനമാവുകയാണെന്ന് പറയേണ്ടി വരും. UDF വലിയ വിജയമാണ് വാർഡുകളിൽ നിന്ന് നേടിയെടുക്കുന്നത് എന്ന് കാണുന്നു. തിരുവനന്തപുരം ജില്ലയിലെ കരിങ്കുളത്തെ കൊച്ചുപള്ളി വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ ഫലമാണ് ആദ്യം പുറത്തു വന്നത്. 169 വോട്ടുകൾക്കാണ് UDFന്റെ സേവ്യർ ജെറോൺ ഇവിടെ വിജയിച്ചത്. J. സ്റ്റീഫനെയാണ് UDF പരാജയപ്പെടുത്തിയത്. 546 വോട്ട് UDF നേടിയപ്പോൾ LDFന് 377 വോട്ടുകളാണ് നേടാൻ സാധിച്ചത്. അതുപോലെ തടിയൂർ വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രീത ടീച്ചർ 343 വോട്ട് നേടി വിജയം പിടിച്ചെടുത്തപ്പോൾ CPMന്റെ കലാമണ്ഡലം ലോണിഷ ഉല്ലാസിന് 237 വോട്ടുകളാണ് നേടാനായത്. ഇതിനു പുറമെ മൂവാറ്റുപുഴ, കുർള, തിരുനാവായ തുടങ്ങിയ സ്ഥലങ്ങളിലെ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും UDF ആണ് വലിയ വിജയം നേടിയത്. ആകെ 30 വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഉച്ചയോടെ അന്തിമ ഫലം പുറത്തു വരുമ്പോൾ ട്രെൻഡ് ആർക്കാണെന്ന കാര്യത്തിലടക്കം വ്യക്തമായ ഉത്തരം ലഭിക്കും. ഏതായാലും ആദ്യ ഫലസൂചനകൾ UDFന് അനുകൂലമാണ്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളും അതുപോലെ തന്നെ ഞെട്ടി നിൽക്കുന്ന ഒരവസ്ഥയുമൊക്കെ കാണുമ്പോൾ ഈ ഭരണത്തിൽ പോലീസ് സംവിധാനം ഉണ്ടോ എന്ന് തന്നെ സംശയിച്ചു പോകും. അതിനിടയിലാണ് ഇനി വരാനിരിക്കുന്ന ഭരണമാറ്റത്തിന്റെ ഒരു സൂചന നൽകിക്കൊണ്ട് ഏറ്റവും അവസാനത്തെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയാം അതിൻ്റെ ഫലം പുറത്തു വന്നിരിക്കുന്നത്.